നമസ്കാരം. ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ വീഡിയോ ക്യാൻസറിനെ കുറിച്ചും ക്യാൻസറിൻ്റെ സാധ്യതയെക്കുറിച്ചുമാണ്. ക്യാൻസർ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരുപാട് പേരെ ഭയപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒറ്റ രോഗമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അവയെല്ലാം ഒരുപോലെ അപകടകാരിയല്ല. അതുപോലെ തന്നെ ഒരേ കാരണങ്ങളെ കൊണ്ടല്ല എല്ലാ ക്യാൻസറുകളും വരുന്നത്. പല കാരണങ്ങളും നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള ശാസ്ത്രീയമായ ചില പുതിയ കാൽവെപ്പുകൾ മൂലം പല ക്യാൻസറുകളെയും നമുക്ക് ഫലപ്രദമായി നേരിടാൻ നമുക്കിപ്പോൾ കഴിയും. ചിലതിനൊക്കെ ചിലവ് കൂടുതലാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും അതിനുള്ള മരുന്നുകളും മറ്റ് ഉപാധികളും നമ്മുടെ കയ്യിൽ ഉണ്ട്. എന്നാൽ പോലും മറ്റു രോഗങ്ങളെപ്പോലെ ഗാഢമായ ഒരു അറിവ് പല ക്യാൻസറിനെ കുറിച്ച് നമുക്കിപ്പോഴും ഇല്ല. ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്ക് പറയാനാകുന്നത്. അതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് ക്യാൻസർ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ക്യാൻസറിലേക്ക് നയിക്കുന്ന എല്ലാ കാരണങ്ങളെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പുകവലി, മദ്യപാനം, അമിതമായ വണ്ണം ഇല്ലാതിരിക്കൽ, അതായത് വണ്ണം കുറച്ച് വെയിറ്റ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളെ കൊണ്ടും നമുക്ക്, പിന്നെ അതുപോലെ ധാരാളം പച്ചക്കറികൾ കഴിക്കുക, ഇതെല്ലാം ക്യാൻസർ തടയാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ജീവിതശൈലിയുടെ ഭാഗമാക്കിയാൽ പലപ്പോഴും ക്യാൻസറിൻ്റെ റിസ്ക് കുറഞ്ഞിരിക്കും. പക്ഷേ ഇതെല്ലാം തന്നെ ചിലവ് കുറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വലിയൊരു എഫേർട്ട് എടുക്കാതെ തന്നെ നമ്മുടെ പൊതുവേ ഉള്ള ക്യാൻസർ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ചില ക്യാൻസറുകളൊക്കെ വൈറസ് ബാധയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ലൈംഗികമായി പരക്കുന്ന ഒരു വൈറസ് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളിൽ ഈ സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയഗളത്തിലുണ്ടാകുന്ന ക്യാൻസർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ ഈ HPV വാക്സിൻ യഥാർത്ഥ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ലിവറിലുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് പിന്നീട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഒഴിവാക്കാനുള്ള വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ ക്യാൻസർ സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനിയൊരു കൂട്ടം ക്യാൻസറുകൾ ജനിതകമായി ബന്ധപ്പെട്ടതാണ്. അതായത് ജനറ്റിക്കായിട്ട് ചില കുടുംബങ്ങളിൽ ചില തരം ക്യാൻസറുകൾ പിന്നീട് വരും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്നവർ അവർ കുറച്ച് നേരത്തെ തന്നെ ഈ ക്യാൻസർ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ, അത് തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ അവയെ കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ചികിത്സ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെയെല്ലാം തന്നെ ക്യാൻസറിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. സ്ത്രീകളിലുണ്ടാകുന്ന സ്ഥലങ്ങളിലുണ്ടാകുന്ന ക്യാൻസറാണ്. സ്ത്രീകളിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ ഇത് തന്നെയാണ്. ഇതിൽ ചിലതൊക്കെ ജീനുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ മറ്റ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മൂമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കൾക്ക് ഈ ചരിത്രമുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള സ്ക്രീനിങ് നടത്താനിപ്പോൾ സൗകര്യമുണ്ട്. അത് നോക്കി നേരത്തെ അതിനുള്ള മുൻകരുതലെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറും ലങ് ക്യാൻസറുമാണ് ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുത്തുന്നത്. ഈ ലങ് ക്യാൻസറിന് എഫക്റ്റീവായിട്ട് സ്ക്രീനിങ് മെത്തേഡുകൾ ഇപ്പോഴും ഇല്ല എങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കാൻ സാധിക്കും. ക്യാൻസർ എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു രോഗമല്ലാതായി തീർന്നിട്ടുണ്ട്. കാരണം ഇനി അഥവാ ക്യാൻസർ ഉണ്ടാകുന്നവരിൽ തന്നെ ഒരു വലിയ ശതമാനത്തിന് ഇപ്പോഴുള്ള ചികിത്സാ രീതികൾ കൊണ്ട് അവരുടെ ജീവിതം നീട്ടി കിട്ടാനും അല്ലെങ്കിൽ കംപ്ലീറ്റായിട്ട് അതിൽ നിന്ന് രക്ഷ നേടാനും അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പലതരം ലുക്കീമിയകളും പൂർണ്ണമായും ഭേദപ്പെടുത്താവുന്ന ക്യാൻസറുകളാണ്. അത് കുറേ വർഷം മുമ്പ് വരെ അങ്ങനെ അല്ലായിരുന്നു. അത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്, അതിനെക്കുറിച്ച് ബോധം കൂടുതലുണ്ടാവുന്നത് വഴി ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞാലും ക്യാൻസർ ഇപ്പോഴും വളരെ
ഭയപ്പെടേണ്ട രോഗം തന്നെയാണ്. കാരണം ചില ടൈപ്പ് ക്യാൻസറിന് ഇപ്പോഴും നമുക്ക് ഇഫക്റ്റീവായിട്ട് മരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകളോ ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയുള്ള സമയത്ത് ശാസ്ത്രീയമല്ലാത്ത ചികിത്സകളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുകൂടി പറയേണ്ടി വരും.